നമസ്കാരം. ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് പരിശോധിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ വീട് പണിയുമ്പം പഴയ വീടിൻ്റെ പല വസ്തുക്കളും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ താമസിച്ച വീടിൻ്റെ വസ്തുക്കളല്ല, വിപണിയിൽ നിന്ന് കിട്ടുന്ന പഴയ വീടിൻ്റെ വസ്തുക്കൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വാസ്തുവിദ്യ പറയുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ പുതിയ വീട് പണിയുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പലർക്കും മനപ്രയാസം വരുന്ന കാര്യമായിരിക്കും. അതായത് ഒരു കുടുംബം ഒരുപാട് കാലം താമസിച്ചൊരു വീട് അത് പൊളിച്ചു വയ്ക്കുന്നു. അതിൻ്റെ കല്ല്, കട്ടള, ഓട്, കഴുക്കോല്, ജനൽ, ഇത്തരം വസ്തുക്കൾ നമ്മൾ വാങ്ങിയൊരു പുതിയ വീടിന് ഉപയോഗിക്കുന്നു. അതാണ് വാസ്തുവിദ്യ നല്ലതല്ല എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായൊരു വൈബ്രേഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ വീട്ടിൽ താമസിച്ച് എല്ലാ വ്യക്തികളുടെ സ്വാധീനവും അവരുടെ ചിന്തകളൊക്കെ ആ വസ്തുവിൽ ആവാഹിച്ചിട്ടുണ്ട്. ആ വസ്തുവിൻ്റെ സ്വാധീനം നമുക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കാം. പാരാസൈക്കോളജിയിലെ ചില വിദഗ്ധന്മാർ പറയുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ, അത്തരത്തിലുള്ള ആൻറ്റിക് വസ്തുക്കളിൽ, ഒബ്ജക്റ്റുകളിൽ അസോസിയേറ്റഡ് മെമ്മറി ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതെവിടെയാണോ ഇത്രയും കാലം ഉണ്ടായിരുന്നത് അവിടെ ലഭിച്ചിരുന്ന വസ്തുക്കളുടെ സ്വാധീനം, അത് അസോസിയേറ്റഡ് മെമ്മറി ആ വസ്തുക്കളിലുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിന്, ഒരുപക്ഷെ നമ്മുടെ വൈബ്രേഷനോട് യോജിക്കാത്തായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് വാസ്തുവിദ്യ പറയുന്നത്, നമ്മൾ വാസ്തുവിദ്യ പ്രകാരമാണ് വീടെടുക്കുന്നതെങ്കിൽ നമ്മൾ താമസിച്ചതല്ലാത്ത വീടിൻ്റെ ഒരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ താമസിച്ച വസ്തുക്കൾ പ്രത്യേകം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ ആ വസ്തു ആവാഹിച്ചിട്ടുണ്ടാവും. അതിനൊരു മാറ്റം വരില്ല. ഇപ്പം മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് വാസ്തുവിദ്യ അങ്ങനെ പറയുന്നത്. പുതിയൊരറിവ് വരും ദിവസം കാണാം. നമസ്കാരം.